ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രേക്കപ്പിനെ എങ്ങനെയാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുക. അതിനു വേണ്ടിയിട്ട് ബ്രേക്കപ്പിലൂടെ പോകുന്ന ഒരു വ്യക്തി തീർച്ചയായും ചെയ്തിരിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. ഒന്നാമത്തെ കാര്യം, നമ്മളൊരു ബ്രേക്കപ്പ് നമ്മുടെ ലൈഫിൽ സംഭവിച്ചു എന്ന് കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു ദിവസത്തോളം അല്ലെങ്കിൽ എത്ര ടൈമാണോ നമ്മൾ ആ ഒരു കാര്യത്തെ ആക്സെപ്റ്റ് ചെയ്യാത്തത്, ആ ടൈമിൽ മുഴുവൻ നമുക്ക് കൂടുതൽ വിഷമം നേരിടേണ്ടി വരും എന്നുള്ളതാണ്. നേരെ മറിച്ച് നമ്മൾ ആ ഒരു കാര്യം ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായി നമുക്കുണ്ടാകുന്ന ആ ഒരു വിഷമം അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥയെ നമുക്ക് കുറെ കൂടി ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്ന നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരു റിലേഷൻ അവസാനിച്ചു എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ആ ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥ അത് വളരെ കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ നമ്മുടെ ലൈഫിൽ മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഇത് വളരെ റെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒട്ടും ആക്സെപ്റ്റബിൾ അല്ലാത്ത അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലാണ് പലപ്പോഴും ഒരു ബ്രേക്കപ്പിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറുന്നത്. അതുകൊണ്ട് തന്നെ ബ്രേക്കപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, തീർച്ചയായും എല്ലാ ആളുകളുടെ ലൈഫിലും ഏതെങ്കിലും ഒരു ഫേസിൽ നമുക്ക് മറ്റൊരാളുടെ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ സപ്പോർട്ട് നമുക്ക് ആവശ്യമായിട്ട് വരും എന്നുള്ളതാണ്. കാരണം നമ്മുടെ ലൈഫിൽ എത്രത്തോളം സ്മൂത്ത് ആയിട്ടുള്ള ഒരു ലൈഫാണ് നമ്മൾ ലീഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് മെന്റൽ സപ്പോർട്ടോ ഫിസിക്കൽ സപ്പോർട്ടോ ഒക്കെ ആവശ്യമായിട്ട് വരും എന്നുള്ളതാണ്. സോ ഇത്തരത്തിലുള്ള ഒരു ബ്രേക്കപ്പ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു സപ്പോർട്ട് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അതായത് ചിലപ്പോൾ ആ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ, നിങ്ങളുടെ ഫീലിങ്സ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ കുറെ കൂടി മെന്റലി നിങ്ങൾക്ക് റിലീഫ് ആകാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം ചെയ്തതിനെ നാണക്കേടോ അല്ലെങ്കിൽ മടിയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ആ ഒരു ബ്രേക്കപ്പിനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കില്ല. പകരം നമ്മൾ കൂടുതൽ വേഴ്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു സപ്പോർട്ട്, ഒരു പിന്തുണ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുക, അവരുടെ സപ്പോർട്ട് സ്വീകരിക്കുക. ഇൻ കേസ് നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു ബ്രേക്കപ്പിനെ കൂടുതൽ എഫക്റ്റീവായി ഹാൻഡിൽ ചെയ്യാനോ അതല്ല നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിനുള്ള സപ്പോർട്ടാണോ നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ മടി കൂടാതെ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തീർച്ചയായും ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്ന ഒരു കേസാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ രണ്ടാമതായി നിങ്ങൾക്കൊരു സപ്പോർട്ട് സിസ്റ്റം ആവശ്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് മടി കൂടാതെ സ്വീകരിക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം. മൂന്നാമതായി, ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ നമ്മളോട് ഏറ്റവും കൂടുതൽ അനുകമ്പ കാണിക്കേണ്ട, കുറച്ചുകൂടി നമ്മളോട് കുറച്ചൊരു സ്നേഹത്തോടു കൂടി പെരുമാറേണ്ട ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് നഷ്ടപ്പെട്ടു. അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ഒരു പക്ഷേ നമ്മുടെ മിസ്റ്റേക്ക് കാരണമായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാരണങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഔട്ട്സൈഡ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. എന്തായിക്കൊള്ളട്ടെ, ഈ സമയത്ത് നമ്മളെ ബ്ലെയിം ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളൊരു ബാഡ് ആയിട്ടുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ യൂസ്ലെസ് ആണ് ഇങ്ങനെയൊക്കെ തിങ്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കൂടി പല ആളുകളുടെ ലൈഫിലും ഈ ഒരു കാര്യത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിവായിട്ട് നമ്മളോട് ലവ് പ്രകടിപ്പിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി അനുകമ്പ കാണിക്കേണ്ട ഒരു സമയമാണ്. നമ്മളെ നിരന്തരം നമ്മുടെ പ്രവൃത്തിയെയും നമ്മളെ തന്നെ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കാതെ നമ്മളിലുള്ള നല്ല കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും സ്വയം നമുക്ക് ആവശ്യമായിട്ടുള്ള കെയർ കൊടുക്കാനും മാക്സിമം ശ്രദ്ധിക്കേണ്ട ഒരു ടൈം കൂടിയാണ്. അത് തീർച്ചയായും കൊടുക്കാനും ശ്രമിക്കണം. ഇനി ഈ ഒരു ബ്രേക്കപ്പിനെ നമുക്ക് എഫക്റ്റീവായി ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ നിന്നും മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ അതാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ നല്ല ഫ്രണ്ട്സ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ സൗഹൃദപരമായിട്ടായിരിക്കും നിങ്ങൾ ആ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷേ നിങ്ങൾക്ക് കൃത്യമായ ബൗണ്ടറി സെറ്റ് ചെയ്തുകൊണ്ട് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അങ്ങനെ കഴിയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ വീണ്ടും ആ വ്യക്തിയുമായിട്ടുള്ള സൗഹൃദം തുടങ്ങാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. കാരണം നമ്മൾ ഒരിക്കൽ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. ആ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവസാനിച്ചു, അതായത് ഒരു പ്രണയബന്ധം അവസാനിച്ചു, ഇനി സൗഹൃദപരമായിട്ട് മുന്നോട്ട് പോവാമെന്ന് തീരുമാനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് കൃത്യമായ ബൗണ്ടറീസ് നമുക്ക് സ്വയം സെറ്റ് ചെയ്യാൻ സാധിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും ആ സൗഹൃദം വീണ്ടും വിഷമത്തിലേക്ക്
പോകാനുള്ള കാരണമായി മാറും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ബൗണ്ടറി സെറ്റ് ചെയ്യാൻ ഉറപ്പുണ്ട്, അത് കീപ്പ് ചെയ്യാനും ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിയുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കാൻ പാടുള്ളൂ. അല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ, അതായത് അങ്ങനെയുള്ള ബൗണ്ടറി ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു സുഹൃത്തായി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പലപ്പോഴും ആ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കട്ട് ഓഫ് ചെയ്യുന്നതാണ് നല്ലത്. നെക്സ്റ്റ്, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അത് തീർച്ചയായും നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡ് ആവുക, ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുക. ഇതിനേക്കാളൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പല കാര്യങ്ങളുണ്ടായിരിക്കും, അതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്ത് അതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക, അതിൽ എൻഗേജ്ഡ് ആവുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു മാറ്റം നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, പലപ്പോഴും ഇങ്ങനെ ബ്രേക്കപ്പ് സംഭവിച്ചു കഴിഞ്ഞാൽ പഴയ ആ ഒരു ഓർമ്മകളിൽ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്താകും എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഒന്നെങ്കിൽ പാസ്റ്റിലായിരിക്കും സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്കായിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. രണ്ടിലാണെങ്കിലും, അതായത് പാസ്റ്റിലാണെങ്കിലും ഫ്യൂച്ചറിലാണെങ്കിലും ഓവർ സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രസന്റ് മൊമെന്റ് നഷ്ടമാവും. ഈ നിമിഷം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സുമായിട്ട് വളരെ ഫണ്ണായിട്ടുള്ള ഒരു മൊമെന്റിൽ ഇങ്ങനെ ആ ഒരു ഷെയർ ചെയ്തുകൊണ്ട് നിൽക്കുകയെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് ഒരു പക്ഷെ നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ പഴയ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചോ ഒക്കെ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആ ഒരു കോൺവെർസേഷനോ അവിടെ ഉണ്ടായിട്ടുള്ള ഫൺ മൊമെന്റോ ഒന്നും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ആ ഒരു മൊമെന്റ് നഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ എപ്പോഴും പാസ്റ്റിലോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലോ മാത്രം ഹോൾഡ് ഓൺ ചെയ്യാതെ പ്രസന്റിലെ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ ലൈക്ക് എന്താണ് ആക്ച്വലി എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാനിപ്പോൾ ഏത് സിറ്റുവേഷനിലാണ്, ഇങ്ങനെ പ്രസന്റിലേക്ക് കുറെ കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കറന്റ്ലി നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൽ എൻജോയ് ചെയ്യാനും സാധിക്കും. എന്തെങ്കിലും ഇപ്പോൾ നമുക്കൊരു വിഷമമാണ് അല്ലെങ്കിൽ ഒരു ദേഷ്യമാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് കുറെ കൂടി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഇമോഷൻ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ നമുക്ക് നമ്മുടെ മെന്റൽ ഹെൽത്ത് കുറെ കൂടി സേഫ് ആയിട്ട് വെക്കാനും അതിനെ നമുക്ക് ബാലൻസ്ഡ് ആക്കാനും സാധിക്കും എന്നുള്ളതാണ്. അതിനുവേണ്ടി തീർച്ചയായിട്ടും പ്രസന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങൾ ഒരു ബ്രേക്കപ്പിലൂടെ പോകുന്ന, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സംഭവിച്ച് ഇനി എന്ത് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായും മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ ലൈഫിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. തീർച്ചയായും നിങ്ങൾ ഇങ്ങനെ ഒരു ഫേസിലൂടെ പോവുകയാണെങ്കിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് എടുക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.